നമ്മളൊരു മുദ്രാവാക്യമുണ്ട്, ഒരു സ്ലോഗൻ ഉണ്ട്, പഴമൊഴിയാണ്. വലിയ കടയിൽ അഴിയാത്തത് ചെറിയ കടയിൽ അഴിയുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയവനിൽ തീരാത്തത് എവിടെയെങ്കിലും പോയി അടി വാങ്ങിക്കുമെന്ന് പറയും. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള വലിയൊരാളുമായിട്ട് ഉടക്കി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വേറെ തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം. ചന്ദ്രശേഖറുമായിട്ട് കണക്കാക്കുമ്പോൾ സാബു ജേക്കബ് ചെറിയ ആളാണല്ലോ. മുതലാളി എന്നുള്ള നിലയിലല്ല ഞാൻ ഈ പറയുന്നത്, രാഷ്ട്രീയത്തിൽ. സാബു ജേക്കബുമായിട്ട് ഉടക്കി റിപ്പോർട്ടർ ചാനലിന് ഒറ്റ ദിവസം കൊണ്ട് പണി കിട്ടി. ഡബിൾ പണിയാണ്. ഒന്ന്, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിൽ നിന്നും ഒരു നോട്ടീസ് വന്നു, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നോട്ടീസ് വന്നു. സാബു ജേക്കബ് കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഇത് കള്ളമാണ്, അനധികൃതമാണ്, ഇതിന് ലൈസൻസ് ഒന്നുമില്ല. ഏതിന്? നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിന്. അത് നികേഷ് കുമാറിൽ നിന്ന് വാങ്ങിച്ചതിൽ ഇതുവരെ അതിൻ്റെ ബാക്കി സെക്യൂരിറ്റി ഓപ്പറേഷൻ സിസ്റ്റം ഒന്നും കറക്റ്റ് ആക്കിയിട്ടില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഇത് കോടതി ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് വളരെ കൃത്യമായി ഇന്നലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം, സുരക്ഷാ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വാങ്ങിയിട്ടില്ല, അതിൻ്റെ ക്ലിയറൻസ് ഇല്ല. സുരക്ഷാ സർട്ടിഫിക്കറ്റിൻ്റെ ക്ലിയറൻസ് ഈ ചാനൽ പ്രവർത്തിപ്പിക്കുന്നതിനില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കോടതി പറഞ്ഞു, സാബു ജേക്കബിൻ്റെ കേസ് തീർപ്പാക്കിക്കൊണ്ട് പറഞ്ഞു, 2 മാസത്തിനകം ഇത് ഗവൺമെൻറ് പരിശോധിച്ച് നടപടിയെടുക്കണം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, മരമുറി ചാനലുകാർ ചേട്ടന്മാർ, അഗസ്റ്റിൻ ചേട്ടന്മാർ പിണറായി വിജയൻ്റെ കാല് പിടിച്ചതുപോലെ ഇനിയിപ്പോൾ സാബു ജേക്കബിനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അല്ലെങ്കിൽ ഡൽഹിയിൽ ചെന്ന് അമിത്ഷായെ നരേന്ദ്രമോദിയുടെയൊക്കെ കാല് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. എന്തിനാ ഡോക്ടർ അരുണെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്? ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഡോക്ടർ അരുൺ ഒരു വാർത്ത കൊണ്ടുവരുന്നു. എന്താണ്? സുധാകരൻ പാർട്ടി വിട്ടു. എത്ര ചെറ്റത്തരമായ വാർത്തയാണത്. ചെറ്റ ഇപ്പം നല്ല വാക്കാണ് കേട്ടോ. ചെറ്റത്തരം എന്ന് പറയുന്നത് മഹത്തായ വാക്കാണ്, ചാരുതയാർന്ന വാക്കാണ്. അത് അൺപാർലമെൻ്ററി അല്ല, അശ്ലീലമല്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. എത്ര മോശമാണ്. 15 പേരുമായി 15 ഇടങ്ങളിൽ സുധാകരൻ സ്ഥാനാർത്ഥി നിർത്തുന്നു. സുധാകരൻ രാജിവെച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിനെ പോലെയുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസ് പോലെ കേരളത്തിലൊരു കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇൻ്റർനാഷണൽ കോൺഗ്രസ് കേരള, അല്ല നാഷണൽ കോൺഗ്രസ് കേരള എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി എന്നെല്ലാം പറഞ്ഞ് വലിയ വാർത്തകളാണ് റിപ്പോർട്ടർ TV കൊടുത്തത്. എന്തായാലും റിപ്പോർട്ടർ TVക്ക് 8ൻ്റെ പണിയാണ് എരന്ന് വാങ്ങിയത്. സാധാരണ നമ്മളങ്ങനെ പറയുമല്ലോ, എരന്ന് വാങ്ങുമെന്ന് പറയുമല്ലോ. അല്ല, നേരിട്ട് വരുന്ന ആക്രമണങ്ങളുണ്ട്. ഇത് ചോദിച്ച് വാങ്ങിച്ചു. മോഹൻലാൽ പറഞ്ഞത് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞതൊക്കെ ചോദിച്ച് വാങ്ങിച്ചു. എന്തിനു വേണ്ടി? ഇപ്പോൾ വേറൊരു സർവേ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല രസമാണ്. 57 മണ്ഡലങ്ങളിൽ സ്ഥിരമായി ജയിക്കുന്നത് CPM-ഉം 29 മണ്ഡലങ്ങളിലെ UDF ജയിക്കുകയുള്ളെന്ന്. ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ? മനുഷ്യ, ജനാധിപത്യത്തിൽ മാറി വന്നതുകൊണ്ടല്ലേ ഇവിടെ കഴിഞ്ഞ ഒരു ടേം ഒഴിച്ചാൽ, പിണറായി വിജയൻ്റെ തുടർച്ചയായ ഒരു ടേം ഒഴിച്ചാൽ ബാക്കിയെല്ലാം മാറിയല്ലേ വന്നത്. അതെങ്ങനെ വന്നത്? ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ അവരൊരു ടേം ഒന്നിച്ച് വന്നത്. ബാക്കിയെല്ലാം ഇതേ ജനങ്ങൾ, ഇതേ സ്വഭാവക്കാർ മാറി വന്നില്ലേ? ഇതേ ജനങ്ങൾ തന്നെയല്ലേ നേമത്തെ ഓരോ ജോഗപാലിനെ ജയിപ്പിച്ചത്? ഇതേ ജനങ്ങൾ തന്നെ VK കൃഷ്ണദാസിന് 2ാം സ്ഥാനത്ത് കൊണ്ടുവന്നത്. ഇതേ ജനങ്ങളല്ലേ ഗോപകുമാറിനെ ചാത്തന്നൂർ 2ാം സ്ഥാനത്ത് കൊണ്ടുവന്നത്. സെയിം ജനങ്ങൾ തന്നെ. അവർ പല രൂപത്തിൽ പല കാര്യത്തിൽ വോട്ട് ചെയ്യും. അതല്ലേ ജനാധിപത്യം. അപ്പോൾ ഇങ്ങനെ കുറേ തള്ളിമറിച്ച് ഗവൺമെൻറ്, അതായത് നിങ്ങൾ വേറൊന്നും ഉണ്ടല്ല, ഇത് ചാനൽ നിലനിൽക്കണം. നിങ്ങൾക്ക് മരമുറി ചാനലിൻ്റെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകളെ രക്ഷിച്ചെടുക്കണം. അതിനുള്ള വെളുപ്പീരാണ്. നേരം വെളുത്ത ഇരുട്ടുന്നവരെ വെളുപ്പിക്കും. ഒരു കാര്യമില്ല, കഥ കൈവിട്ടു പോയി. സാബു ജേക്കബ് ആരാ മോൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് പോയി. അദ്ദേഹത്തെ നിങ്ങൾ തൊട്ടപ്പോൾ പണി 8ൻ്റെ കിട്ടി. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെയും നിരീക്ഷണത്തിലാണ് നിങ്ങളുടെ ചാനൽ. വളരെ കൃത്യമായി അത് ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. 2 മാസത്തിനകത്ത് ആരെല്ലാം കാണാൻ പോകും അവരെല്ലാം പോയി കാണുക. പണം കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ പണം കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ നോക്കുക. അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊന്ന് ബാലൻസ് ചെയ്ത് സംസാരിക്കുക. ഒരുപാട് കുറ്റമൊന്നും ആരെയും പറയണ്ട, ഒരു പാർട്ടിയും പറയണ്ട. കാരണം ഇതിപ്പോൾ UDF ആണ് ഇവിടെ അധികാരത്തിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ UDF വന്നാൽ പഴയതുപോലെ LDFനെ ചാഞ്ഞ്. പക്ഷേ അരുണിന് അങ്ങനെയൊന്നുമില്ല. അരുണിൻ്റെ പെട്ടെന്ന് ഉടൻ തന്നെ പ്ലേറ്റ് അങ്ങ് മറിക്കൂലേ, കറക്റ്റായിട്ട് എടുത്ത് തിരിച്ചു വയ്ക്കും പ്ലേറ്റ്. എന്നിട്ട് വീണ്ടും കയറി അടിക്കും. സതീശനില്ലെങ്കിൽ കേരളം ചത്തോ എന്ന് പറഞ്ഞ് കയറി അടിക്കും. എന്തൊരു കഷ്ടമാണ് ഒരു ചാനലിൻ്റെ അവസ്ഥ.
വളരെ പരിതാപകരമാണ്. ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടർ ചാനലിന് 8ൻ്റെ പണി കൃത്യമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് 2 വകുപ്പിൽ നിന്ന് ഒരേ ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുമെന്നറിയില്ല. എന്തായാലും സാബു ജേക്കബ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതിന് എല്ലാ സപ്പോർട്ടോടും രാജീവ് ചന്ദ്രശേഖറും കൂടെയുണ്ട്. മാത്രമല്ല 24-ലെ ശ്രീകണ്ഠൻ നായർ കൂടെയുണ്ട്, മറുനാടൻ സാജൻ കൂടെയുണ്ട് നിങ്ങളുടെ. അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ, ഇപ്പോൾ ബിഗ് TV സുജയ പാർവതി സംഘവും നിങ്ങളെ കൂടെ ഉണ്ട്. ഒരുപാട് ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയക്കാരും എല്ലാം നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ തന്നെയുണ്ട്. വലിച്ച് കീറിയിരിക്കുകയാണ് ചാനലിനെ. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് 2 മാസം കൊണ്ട് അറിയാം. അങ്ങനെ തീർപ്പാക്കി കോടതി അറിയിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പീരീഡ് കൊടുത്തത് കൊണ്ട് തന്നെ 2 മാസം ആയുസേ ഉള്ളോ അതോ ഇതിൻ്റെ ആയുസ് നീളുമോ? കാരണം കേവലം ഒരു ലൈസൻസ് റദ്ദാക്കൽ പരിപാടിയല്ല. നിങ്ങൾ ക്രിമിനൽ കുറ്റം പോലെ ഒരു കുറ്റം ചെയ്തിരിക്കുകയാണ്, സിവിൽ കുറ്റം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിരിക്കുകയാണ്, അല്ലാതെ ലൈസൻസ് പുതുക്കാത്തതല്ല, അല്ലെങ്കിൽ പുതുക്കാൻ അപേക്ഷിച്ചിട്ട് കിട്ടാത്തതല്ല. അപ്പോൾ പുതിയൊരു സിവിൽ കേസാണത്. വളരെ കൃത്യമായ ക്രിമിനൽ സ്വഭാവം കൂടെ ഉള്ളൊരു കേസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 8ൻ്റെ പണി പാലും വെള്ളവും വഴി പണി വന്നു എന്ന് കേട്ടിട്ടില്ലേ? പണി പാലും വെള്ളം പോലെ വന്നെന്ന് പറയാൻ കേട്ടിട്ടില്ലേ? വലിയ പണിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകൾ, മാധുവിനൊക്കെ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്നാണ് തോന്നുന്നത്. മാതൃഭൂമിയിൽ നിന്ന് പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വിചാരിക്കുകയാണ്. കാരണം അവിടെ ചെന്ന് കയറി ആകെ നാശക്കോട്ടയായി. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ അന്തിച്ചർച്ച, പക്ഷേ നിങ്ങളുടെ അന്തിച്ചർച്ച മനോഹരമാണ്. കാരണം മീഡിയ 1 അടുപ്പൂട്ടി ചർച്ച ചെയ്ത് നിങ്ങളുടെ അന്തിച്ചർച്ചയാണ് ഔട്ട് ഓഫ് ഫോക്കസ്. നിങ്ങളായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെയും ബിഗ് TVയുടെയും എല്ലാവരും അത് ചർച്ച കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. പക്ഷേ വിഷയങ്ങളാണ് ആകെ ഒരു കൺഫ്യൂഷനായി പോകുന്നത്. നിങ്ങൾ കൃത്യമായി ഒരു പിണറായി സത്യത്തെ ഒരു വക്താക്കളായി മാറുന്നു. അത് ശരിയല്ല. നിങ്ങൾ സത്യം പറയുക. ഭരണകൂടത്തിനെതിരെ എപ്പോഴും പറയണമെന്നില്ല, പക്ഷേ സത്യമായി തന്നെ പറഞ്ഞാലായിരിക്കും ജനങ്ങളുടെ പിന്തുണയെങ്കിലും കിട്ടുക. എന്തായാലും നിങ്ങൾ സാബു ജേക്കബുമായിട്ട് കൊരുത്തു. നിങ്ങൾ ആ കൊരുത്തതിന് നല്ലൊരു പണിയാണ് വന്നിരിക്കുന്നത്. ഇന്നലെയല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇനി നിങ്ങളത് ഉണ്ടാക്കുന്നതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും വിശദീകരണം കൊടുക്കണം. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി. 2 മാസത്തിനപ്പുറം ഇതുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.